ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഞാൻ ഡാഡിക്കും മമ്മിക്കും ഒരു സർപ്രൈസ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാണ്, എവിടെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഓക്കെ, അത് കുട്ടൂസാണേ. പക്ഷേ അവരുടെ നിൽക്കട, ഞാൻ പറയട്ടെ ഒന്ന്. ഹലോ, നിങ്ങൾക്ക് ഹലോ പറയണവൻ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. ഓക്കെ, എങ്ങോട്ടാണ് പോണത്, എവിടെയാണ് പോണത് ഒന്നും അവർക്കറിയാൻ പാടില്ല. ഓക്കെ, ഇനി അവർ റൂമിൽ പോയിട്ട് പാസ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ ആധാർ കാർഡ് എടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഒരുപാട് ഫയലുണ്ട്. ഇതിനകത്ത് ഞാൻ എപ്പോൾ കണ്ടുപിടിക്കാനാണ്? ഡാഡിയുടെ പാസ്പോർട്ടും മമ്മിയുടെ ആധാർ കാർഡും കിട്ടി. ഇനിയുണ്ട് അവരോട് പറയണം, ഡ്രസ്സൊക്കെ എടുത്ത് വേണം. 3 ദിവസത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. സത്യം അത് കണ്ടറി ഗോവയല്ല, കുളു എന്തെന്ന് സ്പെല്ലിങ്ങല്ല. കുളുമലാലി ഈ ഡ്രസ്സ് ഇട്ട് പോകാൻ പറ്റില്ല, തണുപ്പാടാ. അപ്പോൾ എന്ത് ചെയ്യും? മുണ്ടിട്ട് കുളുമണല്ലി പോകാൻ പറ്റുമോ? അതിനകത്ത് വല്ല നെയിൽക്കട്ടറ കത്തിയ വല്ലതും ഉണ്ടോ? ഉറപ്പാണോ? ഓർത്ത് നോക്കിക്കോ. നമ്മൾ അറിയാതെ വല്ല ബാങ്കിൽ നല്ല ചെറിയ ബ്ലേഡാ കത്തിയൊക്കെ ഉണ്ടാകുന്ന നോക്കാവൂ. പെട്ടിക്കത്ത് എന്തിന് പോവല്ല, ആ പെട്ടിക്കത്താണോ? അതിൻ്റെ ഡേഞ്ചറസ് സ്ഥലത്താണ് പോകണം. പക്ഷേ പേടിയ സ്ഥലത്തൊന്നും പോരാ. എൻ്റെ കൂടെ മോൻ്റെ കൂടെ വന്നത് ചെന്നൈ, ബാംഗ്ലൂരോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. മമ്മിക്കും ഡാഡിക്കും ഒരു ഐഡിയ ഇല്ല നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന്. സോ ഗായ്സ്, ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. മമ്മ കണ്ടുപിടിച്ചു ഇതൊക്കെ എന്ത് ബോർഡിംഗ് പാസിൽ ബോംബെ എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഗേറ്റിലോട്ട് പോകാം. ഞാൻ മമ്മേനെയും ഡാഡനെയും എയർപോർട്ടിൻ്റെ അകത്തുള്ള ചായകളുടെ റേറ്റും ഫുഡിൻ്റെ റേറ്റും ഒന്ന് പരിചയപ്പെടുത്താൻ പോണേ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം. നോക്ക്, റേറ്റ് കണ്ടോ? എയർപോർട്ടിലെ ഫുഡിൻ്റെ റേറ്റൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന അമ്മേനെ ഡാഡിനെ ഈ കാണുന്നത്. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. റേറ്റ് കേട്ടപ്പോഴത്തേക്കും ഇവിടുത്തെ ചായ വേണ്ടെന്ന് പറഞ്ഞാണ് ഈ കാണുന്നത്. പിന്നെ ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് ചായ മാത്രം മേടിച്ച് കുടിച്ചു. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സീറ്റിലോട്ട് എത്തി. അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലെഗ് റൂം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് റോ തന്നെ ഞാൻ ബുക്ക് ചെയ്തു. ഹാപ്പി. നോ, എനിക്ക് പേടിയൊന്നുമില്ല. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എക്സ്പ്രഷനുമാണ് അമ്മയുടെ ഫേസിൽ കാണുന്നത്. അങ്ങനെ മുംബൈയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഈ ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കഴിച്ച് നമ്മുടെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലഗേജ് വന്നിട്ട് പുറത്തോട്ട് പോകാം. സർപ്രൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ലഗേജ് കളക്ട് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുകയാണ്. എന്താണ് കഴിക്കണേ? ഈ ചേട്ടനാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഇവിടെ ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്തത് ബെൻസാണ്. ഹോട്ടലിലോട്ടുള്ള യാത്ര ഇത്തിരി ലക്ഷറി ആയിക്കോട്ടെ.
അങ്ങനെ ഹോട്ടലിലെത്തി ഗൈസ്. ഇനി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.